വയനാട് ചൂരൽമല ഉരുൾപൊട്ടലിനെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം 2000 കോടിയുടെ പുനർനിർമ്മാണ പാക്കേജ് വേണമെന്നും കേന്ദ്ര സംഘത്തിനോട് ആവശ്യപ്പെട്ടു. ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന പ്രദേശങ്ങൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. വയനാട് കളക്ടറേറ്റിലെത്തിയ കേന്ദ്ര സംഘം മന്ത്രിമാർ, MLA മാർ, തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ച നടത്തി. ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന വീഡിയോ പ്രദർശിപ്പിച്ചാണ് കേന്ദ്ര സംഘത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയത്. 1200 കോടിയുടെ നഷ്ടം കണക്കാക്കുന്നതായും 2000 കോടിയുടെ പുനർനിർമ്മാണ പാക്കേജ് അനുവദിക്കണമെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്ര സംഘത്തോട് ആവശ്യപ്പെട്ടു. കേന്ദ്ര സംഘമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു. അവർ പിന്നെ സ്ഥലങ്ങൾ മുഴുവൻ സന്ദർശിച്ചു. നമ്മളിപ്പോൾ പറഞ്ഞത് ദുരന്തബാധിത മേഖലയുടെ അടിയന്തര പുനർനിർമ്മാണത്തിന് വേണ്ടി മാത്രം 2000 കോടി രൂപ ആവശ്യപ്പെട്ടു. ചൂരൽ മേഖലയിൽ ഉരുൾപൊട്ടലിന്റെ പ്രത്യാഘാതം പ്രതീക്ഷിക്കണമെന്നും ഭൂമിയിൽ വിള്ളലുണ്ടായിട്ടുണ്ടെന്നും കേന്ദ്ര സംഘം മുന്നറിയിപ്പ് നൽകി. ഉരുൾപൊട്ടലിനെ കുറിച്ച് പഠനം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കാൻ കേന്ദ്ര ആഭ്യന്തര ജോയിന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ദുരന്ത നിവാരണ സമിതി രാവിലെ 11 മണിയോടെയാണ് വയനാട്ടിലേക്ക് എത്തിയത്. ദുരന്തബാധിത മേഖലയിൽ സന്ദർശനം നടത്തിയ സംഘം റിപ്പോർട്ട് ഇന്നു തന്നെ സമർപ്പിക്കും. റിപ്പോർട്ടർ, വയനാട്.